രണ്ട് തരം ബ്രെഡ് റെസിപ്പീസ് കാണാം. ലഞ്ച് ബോക്സിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്ലൈസായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം പൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് വേണമെങ്കിലും ചേർക്കാം. കുറച്ച് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ്. മുട്ടയിൽ ഈ സമയത്ത് നമുക്ക് മസാല, ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഇതുപോലെ ഒഴിക്കുകയാണ് കുറച്ച് എളുപ്പത്തിന്. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടറോ ഗീയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറിയ തീയിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അവസാനമായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചൂടാറിന് ശേഷം സ്കൂളിൽ കൊടുത്തേക്കാം. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുമോ? ഇനി നമുക്ക് അടുത്ത് ഇതുപോലത്തെ ഒരു ബ്രെഡ് ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡ് ഓംലെറ്റാണ്. നോക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ബ്രെഡ് ചെറുതായിട്ട് കട്ട്, ഈ ഒരു ഷേപ്പിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചീസും ടൊമാറ്റോ കെച്ചപ്പും ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ എന്നിവ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ചീസ് ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ലഞ്ച് ബോക്സിലത്തേക്ക് ഇത് അടിപൊളിയാണ്. ഇനി അടുത്തതായിട്ടൊരു മസാല ഗ്രേവിയാണ്. പനീർ മസാല ഗ്രേവിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടൊരു ഡിഷാണ്. ചൂടായ പാനിലേക്ക് ഓയിലും ബട്ടറും ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കസൂരിമെത്തി, ഉപ്പ് എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പനീറിട്ട് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ മാത്രം മതി. മസാല കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ പനീറെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതൊരു സൈഡ് മാറ്റി വയ്ക്കാം. ഒരു 3 വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി. അത് മിക്സിയിലെ ജാറിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു അല്പം തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പനീർ ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഓയിലില്ല, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായി അരിഞ്ഞ് സവാള ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്ന ശേഷം 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. സവാള നന്നായിട്ട് വേവണം കേട്ടോ. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പനീർ വെച്ചിട്ട് ഒരു അടിപൊളി മസാല ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ അരച്ച് വെച്ചില്ലേ, തക്കാളിയുടെ ഒരു കൂട്ട് അരച്ച് വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഒരല്പം മാത്രം പാല് ചേർക്കുന്നുണ്ട്. തൈര് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് വീഡിയോ പ്ലേ ആയില്ലായിരുന്നു. എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അവസാനമായിട്ട് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കാം. പൊട്ടറ്റോ തൊലിയോടുകൂടി നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് ഒരു 1/4 ഭാഗം മാത്രം വേവിച്ചെടുക്കാം. ഞാനിവിടെ ബേബി പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പുഴുങ്ങിയെടുത്ത ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിട്ട് ചെറുതായി ഒന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട്. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് മസാല ഒന്ന് പച്ചച്ചുവ പോകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴത്തേക്കും ഉപ്പിട്ടതാണ്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉള്ളിൽ മസാല പിടിച്ച് കിട്ടും. ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.